കെ അഖിൽ വീണ്ടും ചേരുന്നുണ്ട്. അഖിൽ, പോലീസിന്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ പോലീസിനെ സംബന്ധിച്ച് ഇപ്പം പല കേസുകളിലും നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പം അഖിൽ ഓർമ്മയുണ്ടാവും മറ്റേ അവിടെ ATM കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ ചേസ് ചെയ്ത് പിടിച്ച മറ്റേ വെടിവെപ്പ് കേസൊക്കെ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കേസസൊക്കെ വളരെ കേരള പോലീസിൻ്റെ ഒരു രീതി എനിക്ക് മറ്റ് സ്റ്റേറ്റുകളിലെ പോലീസിനേക്കാൾ നമ്മൾ കുറച്ചുകൂടെ ഫാസ്റ്റാണ്, വളരെ അഭിമാനമൊക്കെ തോന്നിയിട്ടുള്ള പല കേസുകളുണ്ട്. അപ്പം അത്ര സെക്കൻഡ്സിൽ ഇല്ലെങ്കിൽ മണിക്കൂറുകളിലോ ഇല്ലെങ്കിൽ 24 മണിക്കൂർ കഴിയാതെയൊക്കെ തന്നെ പ്രതികളെ പിടികൂടുന്നുണ്ട്. അപ്പം ഈ സംഭവം പ്രതിയിലേക്ക് ഇവരെ എത്തിച്ചിരുന്നു എന്നുള്ളത് നമുക്കിപ്പോൾ ആലോചിക്കുമ്പോൾ, കാരണം ആ ഏരിയയിൽ മാത്രം തന്നെ വെച്ച് ആലോചിക്കുമ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസിന് ഇത് വെൽ പ്ലാൻഡ് ഓപ്പറേഷൻ ആയിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് നമ്മുടെ സംസ്ഥാനത്തെ പോലീസിന്റെ കാര്യക്ഷമതയിലൊന്നും വലിയ സംശയമൊന്നുമില്ല. പക്ഷേ ഇത്തരത്തിൽ ചില വലിയ വലിയ വീഴ്ചകൾ, അതായത് ഒരു അശ്രദ്ധ എന്നൊക്കെ പറയുന്ന കാര്യമാണ്. അതായത് ഒരു കെയർലെസ് ആയിട്ട് ഈ കാര്യങ്ങൾ എടുത്തു. അതായത് ഒരുപാട് കഴിവുള്ളവർക്ക് ഇത്തരം കാര്യങ്ങളൊന്നും വലിയ പ്രശ്നമായി തോന്നാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലൊരു കെയർലെസ് ആയിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ്. അതായത് പ്രതി ഇപ്പോൾ ഒന്നും എന്ത് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലേക്ക് ഇയാൾ ചെയ്യില്ല എന്നൊരു കെയർലെസ് അവിടെ പോലീസിന്റെ ഭാഗത്തുണ്ടായി. അതാണ് ഈ വീഴ്ച അല്ലെങ്കിൽ ഇത്ര വലിയ ഗുരുതരമായ ഒരു വീഴ്ചയിലേക്ക് എത്തിയെന്നുള്ളത്. അതായത് വീണ്ടും സംഘർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസും നാട്ടുകാരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് വീണ്ടും കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുന്നില്ല. പോലീസ് പറഞ്ഞാലും നിയമപരമായി നേരിട്ടാലും ശാരീരികമായി നേരിട്ടാലും തങ്ങൾ അവിടെ തന്നെ നിൽക്കും. പ്രതിയെ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന നാട്ടുകാരെ നേരത്തെ മുതൽ നമ്മൾ കാണുന്നതാണ്. ഇപ്പോഴും ആ സംഘർഷം നാട്ടുകാരും പോലീസും തമ്മിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നെന്മാറയിൽ നിന്ന് വരുന്നത്. ആ ദൃശ്യങ്ങളിലേക്കും വാർത്തയിലേക്കും തിരിച്ചെത്താം. ഇടവേള.